ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആരും അത്ര ശ്രദ്ധിക്കാത്ത പക്ഷേ നമ്മുടെ ഉള്ളിൽ എപ്പോഴും നടക്കുന്നൊരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ ഓരോ ശ്വാസവും. ആ ഒരു ശ്വാസം ഉള്ളിലേക്ക് പോയി പുറത്തേക്ക് വരുമ്പോഴേക്കും എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ? ഞാനിത് പറയുമ്പോൾ തന്നെ ഒന്ന് ദീർഘമായി ശ്വാസമെടുത്ത് നോക്കൂ. കഴിഞ്ഞോ? പുറമേ നിന്ന് കാണുമ്പോൾ സിമ്പിളാണല്ലേ? പക്ഷെ സത്യത്തിൽ ഈ ഒരൊറ്റ ശ്വാസത്തിൽ നിങ്ങളുടെ ശരീരം ഓക്സിജൻ ഉള്ളിലേക്കെടുത്ത് അതിനെ എനർജിയാക്കി മാറ്റി, എന്നിട്ട് വേസ്റ്റ് പുറന്തള്ളുന്ന ഒരു വലിയ ഫാക്ടറി തന്നെ പ്രവർത്തിപ്പിച്ചു. അപ്പോൾ ഈ യാത്രയുടെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം, അല്ലേ? അപ്പോൾ നമ്മുടെ ഈ യാത്രയിലെ മെയിൻ പ്ലെയേഴ്സിനെ ആദ്യം തന്നെ പരിചയപ്പെട്ടേക്കാം. ഒന്നാമതായി നമ്മുടെ ശ്വാസകോശങ്ങൾ, അതായത് ലങ്സ്, ശ്വാസമെടുക്കുന്നതിലെ പ്രധാനി. പിന്നെ വൃക്കകൾ അല്ലെങ്കിൽ കിഡ്നീസ്, ശരീരത്തിലെ വേസ്റ്റൊക്കെ അരിച്ചുമാറ്റുന്ന ക്ലീനിംഗ് ടീം. ഈ രണ്ടുപേരുമാണ് ഇന്നത്തെ നമ്മുടെ കഥയിലെ ഹീറോസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ ഈ വായു എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? അതിൻ്റെ റൂട്ട് മാപ്പ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വായുവിൻ്റെ എൻട്രി പോയിന്റ് നമ്മുടെ മൂക്കാണ്, അതായത് നാസാരന്ധ്രങ്ങൾ. അവിടെ നിന്ന് നേരെ വിൻഡ് പൈപ്പ് അഥവാ ശ്വാസനാളം വഴി താഴേക്ക്. പിന്നെ ഈ പൈപ്പ് രണ്ടായി പിരിഞ്ഞ് ശ്വസനി എന്ന ബ്രാഞ്ചുകളായി ശ്വാസകോശത്തിനുള്ളിലേക്ക് കയറും. അവിടെ വെച്ച് ഇത് വീണ്ടും ചെറിയ ചെറിയ കുഴലുകളായി, അതായത് ശ്വസനികകളായി പിരിഞ്ഞ് അവസാനം ലക്ഷക്കണക്കിന് കുഞ്ഞൻ എയർ ബാഗുകളിൽ, അതായത് ആൽവിയോളകളിലെത്തും. അതാണ് ഡെസ്റ്റിനേഷൻ. ഇനി ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്നറിയോ? ഈ ശ്വാസം എടുക്കുന്നതിൻ്റെ മെക്കാനിസം. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ വാരിയെല്ലുകളൊക്കെ മുകളിലേക്ക് പൊങ്ങും, ഡയഫ്രം താഴേക്ക് വലിയും. അപ്പം നെഞ്ചിനകത്തെ സ്പേസ് കൂടും, ഒരു വാക്വം പോലെ. ആ ഒരു പ്രഷർ വ്യത്യാസം കൊണ്ടാണ് വായു തനിയെ ഉള്ളിലേക്ക് കയറി വരുന്നത്. ശ്വാസം വിടുമ്പോഴോ നേരെ ഓപ്പോസിറ്റ്, എല്ലാം പഴയപടിയാകും, വായു പുറത്തേക്കും പോകും. സിമ്പിൾ, പക്ഷെ ബ്രില്യൻ്റ്. അപ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കാം. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ, അതായത് ഉച്ഛ്വാസം, നമ്മുടെ വാരിയെല്ലിൻ്റെ പേശികളൊക്കെ സങ്കോചിച്ച് അതിന് മുകളിലേക്ക് ഉയർത്തും. ഡയഫ്രം ആണെങ്കിൽ സങ്കോചിച്ച് താഴേക്കും പോകും. അപ്പോൾ നെഞ്ചിനകത്ത് കൂടുതൽ സ്പേസായി. ഇനി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ, അതായത് നിശ്വാസം, ഈ പേശികളെല്ലാം റിലാക്സ് ചെയ്യും. വാരിയെല്ലുകൾ താഴേക്കും ഡയഫ്രം മുകളിലേക്കും വരും. അപ്പോൾ ഉള്ളിലെ സ്പേസ് കുറയും, വായു പുറത്തേക്ക് തള്ളപ്പെടും. ഇത്രയുള്ളൂ സംഭവം. ഓക്കേ, അപ്പോൾ വായു ശ്വാസകോശത്തിന്റെ ഏറ്റവും ഉള്ളിലെത്തി. ഇവിടെ വെച്ചാണ് യഥാർത്ഥ മാജിക് നടക്കുന്നത്. ഒരു വലിയ കൈമാറ്റം. നമുക്ക് മൈക്രോസ്കോപ്പിക് ലെവലിലേക്കൊന്ന് സൂം ഇൻ ചെയ്ത് നോക്കാം. ഇതാണ് ആൽവിയോളൈ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കുഞ്ഞൻ എയർ ബാഗുകൾ. കാണാനൊരു മുന്തിരിക്കുല പോലെയുണ്ടല്ലേ? നമ്മൾ ശ്വസിച്ച വായുവിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇതാണ്. ഇവിടെ വെച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ കൈമാറ്റം നടക്കുന്നത്. അതായത് വായുവിലെ ഓക്സിജൻ നമ്മുടെ രക്തത്തിലേക്ക് ചാടിക്കയറുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ 2 ശ്വാസകോശങ്ങളിലുമുള്ള ഈ കുഞ്ഞൻ എയർ ബാഗുകളില്ലേ, അതെല്ലാം കൂടി നിവർത്തിവെച്ചാൽ എത്ര വലുപ്പം വരുമെന്നറിയോ? ഏകദേശം 70 ചതുരശ്ര മീറ്റർ, അതായത് ഒരു ചെറിയ ടെന്നീസ് കോർട്ടിൻ്റെ അത്രയും. ഇത്രയും വലിയൊരു സർഫസ് ഏരിയ ഉള്ളതുകൊണ്ടാണ് ഈ ഗ്യാസ് എക്സ്ചേഞ്ച് ഇത്ര പെട്ടെന്നും കാര്യക്ഷമമായും നടക്കുന്നത്. അപ്പോൾ ഈ ഗ്യാസ് എക്സ്ചേഞ്ചിനു വേണ്ടി പെർഫെക്റ്റായി ഡിസൈൻ ചെയ്ത ഒന്നാണ് ഈ ആൽവിയോളൈ. അതിൻ്റെ ഭിത്തിക്ക് ഒരൊറ്റ കോശത്തിൻ്റെ കനം മാത്രമേ ഉള്ളൂ, അത്രയ്ക്ക് നേർത്തതാണ്. പിന്നെ അതിനെ പൊതിഞ്ഞ് രക്തക്കുഴലുകളുടെ ഒരു വല തന്നെയുണ്ട്. ഈ ഒരു പ്രത്യേക ഡിസൈൻ കാരണമാണ് വായുവിൽ നിന്ന് ഓക്സിജന് എളുപ്പത്തിൽ രക്തത്തിലേക്ക് കടക്കാൻ പറ്റുന്നത്. ഇവിടെ നടക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഡിഫ്യൂഷൻ. അതിൻ്റെ നിയമം സിമ്പിളാണ്. സാധനങ്ങൾ എവിടെയാണോ കൂടുതലുള്ളത് അവിടുന്ന് കുറവുള്ളിടത്തേക്ക് പോകും. അപ്പോൾ നമ്മുടെ ശ്വാസകോശത്തിലെ വായുവറകളിൽ ഓക്സിജൻ നിറയുണ്ട്, പക്ഷെ രക്തത്തിൽ കുറവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിജൻ രക്തത്തിലേക്ക് ചാടും. അതേസമയം രക്തത്തിൽ വേസ്റ്റായ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്. അത് വായുവറയിലേക്ക് പോകും. ഒരു കൊടുക്കൽ വാങ്ങൽ. അപ്പോൾ രക്തത്തിലേക്ക് കയറിയ ഈ ഓക്സിജനെ ആരാണ് കൊണ്ടുപോകുന്നത്? അതിനൊരു സ്പെഷ്യൽ ഡെലിവറി സർവീസുണ്ട്. നമ്മുടെ ചുവന്ന രക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ ഒരു ഓക്സിജൻ ടാക്സി പോലെയാണ്. ശ്വാസകോശത്തിൽ വെച്ച് ഓക്സിജനെ പിക്ക് ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിനായി മാറും. എന്നിട്ട് ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ഈ ഓക്സിജനെ എത്തിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ ഓക്സിജൻ ടാക്സി യാത്ര തുടങ്ങി. ശ്വാസകോശത്തിൽ നിന്ന് പുറപ്പെട്ട് നേരെ പോകുന്നത് ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങളിലേക്കാണ്. കാരണം ഓരോ കോശത്തിനും ഊർജ്ജം വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓക്സിജന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ, ഒരു സാധാരണ കോശം. നമ്മൾ ഓടാനും ചാടാനും ചിന്തിക്കാനുമൊക്കെ വേണ്ട എനർജി, അതായത് ഊർജം ഉണ്ടാക്കുന്നത് ഇവിടെ വെച്ചാണ്. ഈ എനർജി പ്രൊഡക്ഷനിൽ ഓക്സിജൻ ഒരു നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ കോശത്തിനുള്ളിൽ എനർജി ഉണ്ടാക്കുന്നത് 2 സ്റ്റെപ്പുകളായിട്ടാണ്. ആദ്യത്തെ സ്റ്റെപ്പായ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് കോശദ്രവ്യത്തിലാണ്. അവിടെ വെച്ച് ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് കുറച്ച് എനർജി ഉണ്ടാക്കും, വെറും 2 ATP. പക്ഷെ ബിഗ് ഗെയിം നടക്കുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പിലാണ്, ക്രെബ്സ് സൈക്കിൾ. അതിന് ഓക്സിജൻ വേണം.
അവിടെയാണ് ബാക്കിയുള്ള 28 ATP, അതായത് ഭൂരിഭാഗം എനർജിയും ഉണ്ടാക്കുന്നത്. നമ്മൾ ശ്വസിച്ച ഓക്സിജൻ ഉപയോഗിക്കുന്നത് ഇവിടെയാണ്. ഈ രണ്ടാമത്തെ ഘട്ടം, അതായത് ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാക്കുന്ന ഈ പ്രോസസ്സ് നടക്കുന്നത് കോശത്തിനുള്ളിലെ മൈറ്റോകോൺട്രിയ എന്നൊരു ഭാഗത്ത് വെച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച പോലെ മൈറ്റോകോൺട്രിയയെ കോശത്തിന്റെ പവർ ഹൗസ് എന്ന് വിളിക്കുന്നത്. ശരിക്കും ഒരു പവർ ഹൗസ് തന്നെ. ഈ ഊർജ്ജത്തിന്റെ പേരാണ് ATP, അല്ലെങ്കിൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഇതിനെ നമ്മുടെ ശരീരത്തിന്റെ എനർജി കറൻസി എന്ന് പറയാം. പേശികൾ ചലിപ്പിക്കാനും ചിന്തിക്കാനും എന്തു ചെയ്യാൻ വേണമെങ്കിലും നമുക്ക് ഈ ATP വേണം. ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് ഏകദേശം 30 ATP വരെ ശരീരം ഉണ്ടാക്കിയെടുക്കും. നല്ലൊരു ഡീലാണല്ലേ? അപ്പോൾ എനർജി ഉണ്ടാക്കി, പക്ഷേ ഏതൊരു ഫാക്ടറിയിലും എന്ന പോലെ ഇവിടെയും കുറച്ച് വേസ്റ്റ് പ്രൊഡക്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മുടെ യാത്രയുടെ അടുത്ത ഘട്ടം ഈ വേസ്റ്റിനെ എങ്ങനെ പുറന്തള്ളും എന്നതാണ്. നമ്മുടെ ശരീരത്തിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം. എനർജി ഉണ്ടാക്കിയപ്പോഴുണ്ടായ പ്രധാന വേസ്റ്റ് കാർബൺ ഡയോക്സൈഡാണ്. അത് രക്തം വഴി തന്നെ തിരിച്ചു ശ്വാസകോശത്തിലെത്തി നമ്മൾ ശ്വാസം വിടുമ്പോൾ പുറത്തു പോകും. പക്ഷേ അതല്ലല്ലോ ഏക വേസ്റ്റ്. യൂറിയ പോലുള്ള മറ്റു ചില അപകടകാരികളായ വേസ്റ്റുകളുമുണ്ട്. അതിനെ പുറന്തള്ളാൻ ശ്വാസകോശം മാത്രം പോരാ. അവിടെയാണ് നമ്മുടെ അടുത്ത ഹീറോയുടെ എൻട്രി. ഇതാണ് വൃക്കകൾ, നമ്മുടെ ശരീരത്തിലെ മാസ്റ്റർ ഫിൽട്ടറിംഗ് സിസ്റ്റം. രക്തത്തിലുള്ള യൂറിയയും മറ്റ് വേസ്റ്റുകളുമൊക്കെ അരിച്ച് വൃത്തിയാക്കി അതിനെ മൂത്രമാക്കി പുറന്തള്ളുക എന്നതാണ് ഇവരുടെ പ്രധാന ജോലി. ഈ മൂത്രമുണ്ടാക്കുന്ന പ്രോസസ്സ് ഒരു 3 സ്റ്റെപ്പ് ക്ലീനിംഗ് പ്രോസസ്സാണ്. സ്റ്റെപ്പ് 1, അൾട്രാ ഫിൽട്രേഷൻ. അതായത് രക്തത്തെ ഉയർന്ന പ്രഷറിലൊരു അരിപ്പയിലൂടെ കടത്തിവിടും. അപ്പോൾ വേസ്റ്റും നല്ല സാധനങ്ങളും എല്ലാം കൂടി അപ്പുറത്തേക്ക് പോകും. സ്റ്റെപ്പ് 2, പുനരാഗീരണം. അരിച്ചെടുത്തതിൽ നിന്ന് ശരീരത്തിന് ആവശ്യമുള്ള ഗ്ലൂക്കോസ്, വെള്ളം തുടങ്ങിയവ തിരികെ രക്തത്തിലേക്ക് വലിച്ചെടുക്കും. വേസ്റ്റ് മാത്രം കളഞ്ഞാൽ മതിയല്ലോ. സ്റ്റെപ്പ് 3, സ്രവണം. രക്തത്തിൽ ഇനിയും ബാക്കിയുള്ള വേസ്റ്റിനെ കൂടി ആക്റ്റീവായിട്ട് ഫിൽട്ടറിലേക്ക് തള്ളും. ഈ 3 സ്റ്റെപ്പും കഴിയുമ്പോഴാണ് മൂത്രം റെഡിയാകുന്നത്. അപ്പോൾ നമ്മുടെ കാര്യം നമ്മൾ കണ്ടു. പക്ഷേ ഈ ലോകത്തുള്ള എല്ലാ ജീവികളും നമ്മളെപ്പോലെ ശ്വാസകോശം വെച്ചാണോ ശ്വാസമെടുക്കുന്നത്? അല്ല. എല്ലാവർക്കും ഓക്സിജൻ വേണം, പക്ഷേ അത് കിട്ടാനുള്ള വഴികൾ പലതാണ്. പ്രകൃതിയുടെ ഐഡിയകൾ കാണുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത്. നോക്കൂ, അമീബയെപ്പോലുള്ള ഒറ്റക്കോശ ജീവികൾക്ക് പ്രത്യേക അവയവമൊന്നുമില്ല. അവർ അവരുടെ ശരീരത്തിലൂടെ നേരിട്ട് ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തും. മീനുകൾ വെള്ളത്തിൽ ജീവിക്കാൻ ശകുലങ്ങൾ അഥവാ ഗിൽസ് ഉപയോഗിക്കുന്നു. മണ്ണിരയുടെ നനവുള്ള തൊലിയാണ് അതിന്റെ ശ്വാസകോശം. എന്തിന്, ചെടികൾ പോലും അവയുടെ ഇലകളിലുള്ള സ്റ്റൊമാറ്റ എന്ന കുഞ്ഞൻ സുഷിരങ്ങളിലൂടെയാണ് ശ്വാസമെടുക്കുന്നത്. അപ്പോ ഒന്നാലോചിച്ചു നോക്കൂ, ഗ്യാസ് ഉള്ളിലേക്ക് കൊണ്ടുപോകുക, അതിൽ നിന്ന് എനർജി ഉണ്ടാക്കുക, എന്നിട്ട് വേസ്റ്റ് കൃത്യമായി പുറന്തള്ളുക. ഇത്രയും സങ്കീർണമായൊരു പ്രോസസ്സ് നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ ഓരോ ശ്വാസത്തിലും യാന്ത്രികമായി നടക്കുന്നു. ശരിക്കും ഒരു അത്ഭുതം തന്നെയല്ലേ ഇത്? ഇനി അടുത്ത തവണ ദീർഘമായൊന്ന് ശ്വാസമെടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഈ ഗംഭീര യാത്രയെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ.